ബ്രിക്സിൽ ജോയിൻ ചെയ്യണമെന്ന് നമ്മുടെ പാകിസ്ഥാന് കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട്. റഷ്യ ഇപ്പോൾ അതിനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാനിലെത്തുകയും ഉന്നത നേതൃത്വമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ അയ്യോ ഇതൊന്നും പാടില്ല, പാകിസ്ഥാനെ ബ്രിക്സിൽ കൊണ്ടുവരാൻ പാടില്ല, അത് ഭയങ്കര പ്രശ്നമാണ്, ഇന്ത്യ ഒരിക്കലും അതിന് സമ്മതിക്കരുത്, റഷ്യ എന്തിനാണ് ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ബാലിശമായ കമന്റുകൾ കണ്ടു. പാകിസ്ഥാനും റഷ്യയും തമ്മിൽ അടുക്കുന്നത് ഇന്ത്യക്ക് എന്തോ വലിയ ഭീഷണിയാണ് എന്നുള്ള വിദഗ്ധ അഭിപ്രായങ്ങളും കാണുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തെ നമ്മൾ അങ്ങനെയാണോ സമീപിക്കേണ്ടത്? പാകിസ്ഥാനും റഷ്യയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത് ഇന്ത്യക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ റിലേഷൻഷിപ്സും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുമൊക്കെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും പല ബന്ധങ്ങളും. എന്തിനേറെ പറയുന്നു, ഇപ്പൊ പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ ഈ ഒരു ടോപ്പിക് ഒരു വിഷയമായി വന്നിട്ടുണ്ടാവും. പാകിസ്ഥാൻ റഷ്യ റിലേഷൻസ് തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിൽ തീർച്ചയായും ചർച്ച ചെയ്തിട്ടുണ്ടാവും. ബ്രിക്സിലേക്ക് പാകിസ്ഥാനെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് ഇന്ത്യയുടെ കൂടി കൺസെന്റോട് കൂടി ആകാനാണ് സാധ്യത. ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്കറിയാം, നമുക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതായത് നേരിട്ട് നമ്മൾ കൂടി പങ്കാളിയായിക്കൊണ്ട് സ്ഥാപിച്ചതാണ്. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങൾ G7 എൻജോയ് ചെയ്യുന്നത് പോലെ നമ്മുടെ 4 രാജ്യങ്ങൾ ചേർന്നാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. അതായത് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ. പിന്നീട് അതിലേക്ക് നമ്മുടെ സൗത്ത് ആഫ്രിക്ക കൂടി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അത് ബ്രിക്സ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിക്സ് എന്ന് പറയുന്ന പേരിൽ തന്നെ നമ്മളുണ്ട്. ഐ എന്ന് പറയുന്നത് നമ്മളെയാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയെ. അപ്പൊ അത്രയും നമുക്ക് സ്വാധീനമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ എതിർക്കുകയാണെങ്കിൽ ഒരിക്കലും പാകിസ്ഥാന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വ്യക്തിപരമായി ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്രിക്സിനെ ഒരു പവർഫുൾ ഓർഗനൈസേഷനാക്കി മാറ്റുകയാണെങ്കിൽ ആഗോളതലത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്കുള്ള സ്വാധീനം നമുക്ക് കുറയ്ക്കാനായി സാധിക്കും എന്ന് മാത്രമല്ല, ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പല താല്പര്യങ്ങളും നടപ്പിലാക്കിയെടുക്കാനും സാധിക്കും. കാരണം സ്ഥാപക രാജ്യങ്ങൾ എന്ന നിലയിൽ എപ്പോഴും ബ്രിക്സിലെ സ്ഥാപക അംഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ ഒരല്പം പ്രാധാന്യം ഈ ഒരു ഓർഗനൈസേഷനകത്തുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനകത്തേക്ക് വരാനുള്ള താല്പര്യം അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. സമീപകാലത്തായിട്ട് പാകിസ്ഥാനും അതുപോലെ റഷ്യയും തമ്മിലുള്ള ട്രേഡും സ്വാഭാവികമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് $65 ബില്യൺ മുകളിലേക്ക് എത്തുകയാണ്. പാകിസ്ഥാനും റഷ്യയും തമ്മിൽ $1 ബില്യൺ ട്രേഡാണുള്ളത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും റഷ്യ പാകിസ്ഥാനുമായി ഒരു റിലേഷൻ കീപ്പ് ചെയ്യില്ല. പക്ഷെ എന്ന് കരുതി ഇപ്പൊ ഇന്ത്യയുടെ ശത്രുക്കളെയൊക്കെ റഷ്യയും ശത്രുവായിട്ട് കാണണമെന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായ വാദങ്ങളാണ്. കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു അവകാശവുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റഷ്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് US അല്ലെങ്കിൽ US നേതൃത്വം കൊടുക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങളുമാണ്. എന്നാൽ ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നില്ലേ? ഇന്ത്യ യുക്രൈനിൽ സന്ദർശനം നടത്തിയിട്ടില്ലേ? റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തായ റഷ്യയോടൊപ്പം നമ്മൾ പൂർണ്ണമായി നിൽക്കുകയാണോ ചെയ്യുന്നത്? മറിച്ച് നമ്മൾ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുന്നത്. നമ്മൾ യുക്രൈനിലും പോയി, സെലൻസ്കിയെയും മോദി കണ്ടു. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വതന്ത്രമായ ഒരു നയതന്ത്ര പോളിസി ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു വിദേശ നയം കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ റഷ്യയ്ക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, ശീതയുദ്ധ കാലത്ത് അമേരിക്കയോട് ചായ്വുള്ള രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമാണ് അടുത്തടുത്ത് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ സോവിയറ്റ് യൂണിയൻ പാകിസ്ഥാനെ എപ്പോഴും അകറ്റി നിർത്തിയിരുന്നു, ഇന്ത്യയുടെ ഒരു ശത്രു എന്ന നിലയിൽ തന്നെ. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല, പഴയ ശീതയുദ്ധവും ഇന്നില്ല. 1991 ശേഷം കാര്യങ്ങൾ ഒരുപാട് മാറി. എന്നിട്ടും റഷ്യ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകിയിരുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ എപ്പോഴും ഒരു കൈ അകലത്തിലേ നിർത്തിയിട്ടുള്ളൂ. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇന്ന് ബ്രിക്സിനെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് റഷ്യയും കരുതുന്നുണ്ട്, ഇന്ത്യയും കരുതുന്നുണ്ട്, ചൈനയും കരുതുന്നുണ്ട്. കാരണം അമേരിക്കയും അമേരിക്കൻ ചേരിയും അവർ സെറ്റ് ചെയ്ത് വെച്ച രീതിയിൽ ലോകം ചലിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർത്തുകൊണ്ട് ചില രാജ്യങ്ങൾ മറ്റ് മാർഗങ്ങൾ തേടുക സ്വാഭാവികമാണ്. മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് മേല് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ചൈന ഒരു ശക്തമായ രാജ്യമായി വരാൻ തുടങ്ങിയതോടെ പാകിസ്ഥാൻ കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാകിസ്ഥാന് മേൽ ഇന്ന് ചൈനയ്ക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇൻഫ്ലുവൻസ് അവിടെ കുറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ചൈനയുടെ തൊഴുത്തിൽ പോയി നിൽക്കുന്നതിന് പകരം കൂടുതൽ രാജ്യങ്ങൾ അവിടെ ഒരു പ്ലെയർ ആയിട്ട് വരുന്നത് ഇന്ത്യക്ക് നല്ലതാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ റഷ്യയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻസ് മെച്ചപ്പെടണം.
അപ്പൊ എങ്കിൽ മാത്രമേ നമ്മുടെ പല താല്പര്യങ്ങളും നമുക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വളരെ മോശമാണ്. ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയൊരു ക്രൈസിസിലേക്ക് പോകാതെ നിൽക്കുന്നതിൽ പ്രധാനമായ ഒരു പങ്ക് റഷ്യക്കുമുണ്ട്. കാരണം ഇന്ത്യ ചൈന യുദ്ധം റഷ്യ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ US-ന്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറുന്ന സമയത്ത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാക്കാൻ പോലും ശ്രമിച്ചേക്കാം, ഒരു ആണവ യുദ്ധം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അത് ഇന്ത്യൻ എക്കണോമിയുടെ വലിയ തകർച്ചയ്ക്ക് കാരണമാകും. ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുമായിരിക്കാം, നശിപ്പിച്ചു കളയുമായിരിക്കാം. പക്ഷെ അതേ സമയത്ത് നമ്മളും വലിയ തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യയെ പോലെ ഒരു രാജ്യത്തിന് പാകിസ്ഥാന് മേൽ നല്ലൊരു സ്വാധീനമുള്ളത് എപ്പോഴും നല്ലതാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ബ്രിക്സിന്റെ ഭാഗമാവുകയും ബ്രിക്സ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറുകയും ചെയ്യുകയാണെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇത്തരം നീക്കങ്ങൾ മനസ്സിലാക്കാനും ബ്രിക്സ് എന്ന മാധ്യമത്തിലൂടെ നമുക്ക് അതിൽ നിന്ന് പല പരിഹാരങ്ങളും കണ്ടെത്താനും സാധിക്കും. നിലവിൽ പാകിസ്ഥാൻ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ ബ്രിക്സിന്റെ ഭാഗമാകാനായിട്ട് താല്പര്യം അറിയിച്ചു വന്നിട്ടുണ്ട്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാര്യത്തിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ അംഗങ്ങളെ ബ്രിക്സിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം നമ്മൾ കൂടി തുടങ്ങി വെച്ചൊരു ഓർഗനൈസേഷനാണ്. ഇപ്പോൾ UN-ന്റെ കാര്യം നമ്മൾ പറയുന്നു. UN-ലെ പ്രധാനപ്പെട്ട സ്ഥാപക അംഗങ്ങൾ എന്ന് പറയാവുന്ന 5 രാജ്യങ്ങളാണ് അവിടെ പ്രധാനമായും രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം വഹിക്കുന്നത്. അതുപോലെ ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്ഥാപിച്ച 5 രാജ്യങ്ങളാണ് ഇന്ന് അതിലെ പ്രധാന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരാൻ തയ്യാറായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ അംഗങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു ഓർഗനൈസേഷനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു മൾട്ടിപോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് ബ്രിക്സിന് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും. സമീപകാലത്തായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഏറ്റവും അധികം നേരിട്ടിട്ടുള്ള ചോദ്യങ്ങളിലൊന്ന് ബ്രിക്സിന്റെ നവീകരണമാണ്, അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളെ അംഗങ്ങളാക്കി ബ്രിക്സ് വിപുലീകരിക്കാനുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. കാരണം വെസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ബ്രിക്സിനെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ സൂചന. ഇനി ബ്രിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഈ അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിലെ കീഴ്വഴക്കം. അതായത് അംഗരാജ്യങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യ എതിർക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇതിൽ അംഗമാകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബ്രിക്സിൽ കുറച്ച് അംഗങ്ങൾ, ഒരു 5 അംഗങ്ങൾ പുതിയതായിട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ കൂടി അനുമതിയോടെയാണ്. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യം എടുത്താലും ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടി അനുമതിയോടെയാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പാകിസ്ഥാൻ നാളെ വരികയാണെങ്കിലും ഇന്ത്യ കൂടി സമ്മതിച്ചാലേ അത് സാധ്യമാകൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ സമ്മതിക്കണം. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ തുടങ്ങി വെച്ച ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനെ എതിർക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർത്തിട്ട് പിന്നീട് നമ്മൾ സമ്മർദ്ദങ്ങളിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. എന്നാൽ നമ്മൾ യാതൊരു എതിർപ്പുമില്ലാതെ ഈ രാജ്യങ്ങൾ വരുന്നെങ്കിൽ വരട്ടെ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബ്രിക്സിൽ ഇപ്പോൾ പാകിസ്ഥാൻ അംഗമായി എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ സ്ട്രെങ്ത് വർദ്ധിക്കുക തന്നെയേ ഉള്ളൂ. ഇപ്പോൾ ബ്രിക്സിന്റെ സ്ഥാപക രാജ്യം അല്ലെങ്കിൽ ഫൗണ്ടിംഗ് രാജ്യങ്ങൾ എന്ന നിലയിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പില്ലേഴ്സ് തന്നെയായിരിക്കും ഇതിനെ താങ്ങി നിർത്തുക. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയതായിട്ട് വന്നിരിക്കുന്ന അർജന്റീന, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ്. അതുപോലെ സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. അർജന്റീനയുമായി നല്ല ബന്ധത്തിലാണ്, ഈജിപ്റ്റുമായി നല്ല ബന്ധത്തിലാണ്, എത്യോപ്യയുമായും. ഈവൻ ഇപ്പോൾ അടുത്തിടെ ആയത്തുള്ള ഖമീനിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വിവാദം ഉണ്ടാക്കിയെങ്കിൽ പോലും ഇറാൻ പോലും നമ്മളുമായി നല്ല ബന്ധത്തിലുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചാബഹാർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ച് ഇതുവരെ വന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതിബന്ധം ഉണ്ടാക്കുന്ന രാജ്യങ്ങളല്ല. ഇനി കൂടുതൽ രാജ്യങ്ങൾ വന്നാലും ഈ ഒരു ഓർഗനൈസേഷന്റെ 5 പില്ലറുകളിൽ ഒന്ന് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പ്രധാനമായും ഓർഗനൈസേഷൻ ബ്രിക് ആയിരുന്നു തുടങ്ങുമ്പോൾ, 4 രാജ്യങ്ങളെ ഉള്ളൂ. പിന്നീടാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. അപ്പൊ സ്ഥാപക രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയൊരു പ്രാധാന്യം എല്ലാ കാലവും ഉണ്ടാവും. ഒരുപക്ഷെ ഭാവിയിൽ UN-ലെ 5 സ്ഥിരാംഗങ്ങൾ എന്നതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് ബ്രിക്സിൽ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയും. നിലവിലെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ബ്രിക്സ് ഓരോ രാജ്യങ്ങളും ആനുവലി ഓരോ രാജ്യങ്ങളും അതിന്റെ പ്രസിഡൻസിയിലേക്ക് വരുന്നുണ്ട്. അത് ഈ സ്ഥാപക രാജ്യങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങളും മാറി മാറിയാണ് ഓരോ വർഷം പ്രസിഡൻസിയിലേക്ക് വരുന്നത്. തൽക്കാലം അതിൽ വേറെ മാറ്റമൊന്നും കാണുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത്
ബ്രിക്സിനകത്ത് ഈ 5 രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്തു വരുന്ന ബന്ധത്തെ നമ്മൾ സംശയത്തോടെ കാണുന്നതിന് പകരം അത് ഇന്ത്യക്കും കൂടി ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നായിട്ട് വേണം കാണാൻ. റഷ്യയും ചൈനയും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ നിലവിലുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിപ്പോ ഇന്ത്യക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഒരുപക്ഷെ റഷ്യ ചൈനയ്ക്ക് നൽകിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇന്ത്യ റഷ്യ ബന്ധത്തെ അത് ബാധിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യ എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കൊപ്പം. സോ അതുകൊണ്ട് റഷ്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഉപരോധങ്ങൾ നേരിടുന്നുണ്ട്. പിന്നെ യുഎസിന്റെ വർദ്ധിച്ചു വരുന്ന പല നീക്കങ്ങളും റഷ്യക്ക് ഭീഷണിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കേണ്ടത് അവരുടെ ആവശ്യം കൂടിയാണ് ആ രാജ്യത്തിന്റെ. അപ്പൊ നമ്മൾ അതിനെ ആ നിലയ്ക്ക് കാണുകയാണ് വേണ്ടത്. അല്ലാതെ അത് ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് പറയാൻ ഇന്ത്യ എന്ത് ചെയ്യാനാണ്? ഇന്ത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കാലത്തും ഇന്ത്യ ട്രസ്റ്റ് ചെയ്യുന്നത് പോലെ പാകിസ്ഥാനെ റഷ്യ ട്രസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് ചില സമയത്ത് ഇത്തരം ബന്ധങ്ങൾ അനിവാര്യമായിട്ട് വരും. അത് പരമാവധി റഷ്യ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.